ഹലോ വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് ഞാനിങ്ങനെ വ്ളോഗ്സിൽ അല്ലെങ്കിൽ പുറത്തു പോകുന്ന വീഡിയോ, ട്രിപ്പ് വീഡിയോ അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഡ്രസ്സ് എവിടെ നിന്നാ, അതിൻ്റെ ലിങ്ക് ഒന്ന് തരുമോ, അല്ലെങ്കിൽ എവിടെ നിന്നാ മേടിച്ചത്, ഏത് സൈറ്റിൽ നിന്നാ, അങ്ങനെ ഒരുപാട് കമൻസ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ഇങ്ങനെ ആ സ്ക്രീൻഷോട്ടിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് തുരുതുരാ ഇങ്ങനെ എല്ലാവർക്കും ലിങ്ക് തപ്പിയെടുത്ത്, ചിലർ ഇപ്പം ഞാൻ നേരത്തെ ഇട്ടതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പം ആ വീഡിയോ ഇപ്പോഴായിരിക്കും ആരെങ്കിലും കാണുന്നത്. എന്നിട്ട് അങ്ങനെയൊക്കെ ഈ ഡ്രസ്സ് എവിടെ, അപ്പം എനിക്ക് പഴയ ഇത് ലിങ്ക് തപ്പിയെടുക്കാനൊക്കെ ചിലപ്പം മടിയായിരിക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ചേച്ചി ഇനിയും തൊട്ട് ചേച്ചി ഡ്രസ്സ് ഇടുമ്പോൾ അപ്പം എവിടെ നിന്നൊന്ന് പറയണം. ഇത് കുറേ പേര് അങ്ങനെ എനിക്ക് ഉപദേശം തന്നു. അത് ഞാൻ ഇനിയും തൊട്ട് സ്വീകരിക്കാം. അപ്പം ഇനി ഞാൻ എവിടെ നിന്നാണെന്ന് പറയാൻ ശ്രമിക്കാം. മറന്നു പോയില്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് തരിക. ചിലപ്പം ഞാൻ മറന്നു പോവും, പുറത്തു പോവും. സ്വാഭാവികമാണ്, കാരണം ഞാൻ അങ്ങനെ ഒരു ഫാഷൻ വ്ളോഗറൊന്നും അല്ല. അവരാണെങ്കിൽ ഒക്കെ ഇന്ന ഡ്രസ്സ് ഇവിടുന്ന്, ഇന്ന എൻ്റെ കമ്മൽ ഇവിടുന്ന്, എൻ്റെ മാല ഇവിടുന്ന് എല്ലാം പറഞ്ഞ് ശീലമുള്ളവരാണ്. എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഒരു വശമില്ല. പിന്നെ എനിക്ക് പൊതുവെ മൊത്തത്തിലൊരു മറവിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു മൈൻഡിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറന്നു പോകും. പക്ഷേ ഇങ്ങനെ ഒത്തിരി പേര് ചോദിക്കുമ്പോൾ ഞാൻ തോന്നി, ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാം, പഴയ കുറേ എന്നല്ല, നിങ്ങൾ ചോദിച്ച ഡ്രസ്സുകളെല്ലാം കൂടെ തപ്പി ഇങ്ങനെ അതിൻ്റെ ഓരോന്നും ഓരോ സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും മേടിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ലിങ്ക് തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഇന്നിപ്പം എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് കുറേയൊക്കെ നേരത്തെ മേടിച്ചതാണ് കേട്ടോ. അപ്പം കുറേ യൂസ് ചെയ്ത് പക്ഷെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. കാരണം നിങ്ങൾ ചോദിച്ച ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ തപ്പിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും കേട്ടോ. പലതും പല സൈറ്റിൽ നിന്നുള്ളതാണ്. ചിലത് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെയാണ്. അപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട ഒരു ഷോർട്സാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അതിൽ നിന്നും കൂടെ കണ്ടപ്പോഴാണ്, കാരണം ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് നേരത്തെ ചോദിച്ചാണല്ലോ. ഇപ്പം ഇതൊരുപാട് പഴകിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 3 വർഷത്തിൽ കൂടുതലായൊരു ഡ്രസ്സാണ്. ഇതിപ്പം ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ്, ഒരു ഷോർട്സ് ഇട്ടില്ലേ, അതിൽ വീണ്ടും ആൾക്കാർ ചേച്ചി ഈ ഡ്രസ്സ് എവിടെ നിന്നാ, ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, ഇത് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചു. ഈ ഗ്രീൻ ഫ്രോക്ക് ഞാൻ ഈ അടുത്തൊരു ഷോപ്പിംഗ് വ്ളോഗിൽ ഇട്ടിരുന്നതാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ഞാൻ ഇട്ടൊരു ഫോട്ടോയും കൂടെ സൈഡിൽ കാണിക്കാം കേട്ടോ. സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ ലിങ്ക് തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലിങ്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. ഇതാണ് ആ ഗ്രീൻ ഡ്രസ്സ്. എനിക്ക് ഞാൻ നിവർത്തുന്നൊന്നുമില്ല, ഞാൻ ഹാങ്ങറിൽ ഇട്ടിരുന്നത് അതേപോലെ ഞാൻ എടുത്തേക്കാണ്. ഞാൻ ഇട്ട ഫോട്ടോ സൈഡിലുണ്ടാവും, അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ സംഭവം നല്ലതാണ്, കാരണം മേടിച്ചിട്ട് 3 ഇയേഴ്സായി. ഇപ്പോഴും നനച്ച് യൂസ് ചെയ്താണ്. പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഈ അടുത്താണ് വീണ്ടും അതിന് റിപ്പീറ്റായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ്, ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഞാനിത് ഓൾട്ടർ ചെയ്തായിരുന്നു. കാരണം ഇത് വണ്ണം വെച്ച സമയത്ത് മേടിച്ചതാണ്. ഇപ്പം കുറച്ച് ലൂസായപ്പോൾ, ഇപ്പോഴല്ല, ഞാനിപ്പം വീണ്ടും ഇച്ചിരി വണ്ണം വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് ഓൾട്ടർ ചെയ്തായിരുന്നു. ഇനിയും അടുത്തതെന്ന് പറയുന്നത് ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ. ഈ കോഡ് സെറ്റ് ഞാനിത് മെയിനായിട്ട് ഞങ്ങളുടെ ഉദയപൂർ ആ ട്രിപ്പിനൊക്കെയാണ് ഇട്ടത്. ഇത് മിന്ത്രയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ മിക്ക ഡ്രസ്സും കൂടുതലും മിന്ത്രയിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. കാരണം എനിക്ക് മിന്ത്രയിൽ നിന്നുള്ള ഡ്രസ്സ് കുറച്ച് നല്ല ക്വാളിറ്റി തോന്നാറുണ്ട്. വീണ്ടും പറയാണ്, മിന്ത്രയുടെ പ്രൊമോഷൻ അല്ല, കാരണം വേറെ ഇൻസ്റ്റാഗ്രാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ജാക്കറ്റ് പോലെ വരുന്നുണ്ടല്ലോ. ഈ ജാക്കറ്റാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ കോഡ് സെറ്റിൻ്റെ അടിയിലത്തെ ഭാഗമല്ല, ആ ക്രോപ്പ് ടോപ്പും പാൻറ്റും, അത് വേറെ പല ജാക്കറ്റിൻ്റെ കൂടെ ഇടാം. അത് ഞാനിപ്പം ഫോട്ടോ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ ജാക്കറ്റ്. ഈ കോഡ് സെറ്റിൻ്റെ പുറത്ത് ഞാൻ ഈ ജാക്കറ്റ് പെയർ ചെയ്തിട്ടപ്പം കുറച്ചുകൂടെ രസമായിരുന്നു. ഈ ജാക്കറ്റ് മേടിച്ചത് ഞാൻ സരിത ജയസൂര്യയുടെ ഷോപ്പിൽ നിന്നാണ്. എൻ്റെ പേര് സരിത ജയസൂര്യ ഡിസൈൻസ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിലും ഉണ്ടാവണം. പുറത്തു എറണാകുളത്ത് അല്ലാത്തവർക്ക് മേടിക്കാനായിട്ട്. ഷോപ്പ് പരമ്പള്ളി നഗറിലാണ്, പുറത്തുള്ളവർക്ക് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാവണം. ഭയങ്കര എക്സ്പെൻസീവ് അല്ല. നമുക്ക് ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ഷോപ്പെന്ന് കേൾക്കുമ്പം, ഞാൻ ബാക്കി സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയിട്ടുള്ളതാണ്, പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പം ഇത് വലിയ എക്സ്പെൻസീവ് അല്ല. അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ച വേറൊരെണ്ണം കൂടെ കാണിക്കാം. ഇത് ഒരുപാട് പേര് ചോദിച്ച ഡ്രസ്സാണ്. കഫ്താൻ, എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട കഫ്താൻ.
ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. എനിക്ക് യൂഷ്വലി ഭയങ്കര ഇഷ്ടമാണ് കഫ്താൻ. ഓക്കെ, എനിക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത് കഫ്താൻ ചേരത്തില്ല, കഫ്താൻ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. എന്നിട്ട് ഞാൻ ഗായത്രി മഞ്ജു എൻ്റെ അവർ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പനമ്പള്ളി ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഓരോ വിൻഡോ ഷോപ്പിങ്ങിന് കടകൾ കയറി ഇറങ്ങും. അപ്പം അവരുടെ കടയിൽ അപ്പം ഞങ്ങൾ വേറെ കട എടുത്ത് പറയുന്നില്ല, വേറെ 2-3 ആ ഏരിയയിൽ ഒരുപാട് സെലിബ്രിറ്റി ഷോപ്സ് ഉണ്ട്. അവിടെയൊക്കെ കയറിയപ്പോൾ വേറെ ഷോപ്സിലൊക്കെ കയറിയപ്പം ചില ഡ്രസ്സൊക്കെ ഈ 30,000 20,000 നമ്മൾ അന്തം വിടും. എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് മേടിക്കുക? ആ വിലയ്ക്ക് നമുക്ക് ചുമ്മാ ഡ്രസ്സിനൊക്കെ ഇത്രയും വില എന്ന് പറയുമ്പോൾ നമ്മൾ അന്തം വിടും. എന്തിനാ ഇങ്ങനെ വിലയ്ക്ക് ഡ്രസ്സെന്ന്. അപ്പം ഞങ്ങൾ കയറിയ ഉടനെ ചുമ്മാ കടയുടെ മുമ്പിലൊക്കെ നിന്ന് വലിയ സ്റ്റൈലായിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുത്തെ സെയിൽസ് കുട്ടിയെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അങ്ങനെയൊക്കെ കാണിച്ചു ഞങ്ങൾ വെറുതെ കടയുടെ മുമ്പിൽ പോയെന്നുള്ള ഒരു ഇതിൽ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഇറങ്ങി. പക്ഷെ ഇതെനിക്ക് അപ്പോഴേ ഞാൻ കണ്ടുവച്ചു, എടുത്തില്ല, അന്നും എടുത്തില്ല. കുറേ ഇങ്ങനെ കണ്ടു. അന്നും എനിക്ക് കഫ്താൻ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടക്കി തട്ടി നിന്നു. ഈ സെയിം ഇല്ലായിരുന്നു, ഇതേപോലത്തെ വേറെ കഫ്താനുകളൊക്കെ തട്ടി നിന്നു. പിന്നെ എടുക്കണോ വേണ്ടയോ, കുറേ വേണ്ട ഇപ്പം എടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് വന്നു. പിന്നെ രണ്ടാമത് ഞാൻ രശ്മിയൊക്കെ വന്നപ്പോഴത്തേക്ക് രശ്മിയെ കൊണ്ടുപോയി. അപ്പോഴും ഞാനത് എടുത്തില്ല. പിന്നെ വീണ്ടും എൻ്റെ മനസ്സിൽ ഈ കഫ്താൻ തന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ആ കഫ്താൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് പോയി മുരളിയേട്ടനെയും കൊണ്ടുപോയി ആ കഫ്താൻ രണ്ടാമത് അങ്ങ് എടുത്തു. കാരണം ഒരെണ്ണം നമ്മുടെ മനസ്സിൽ നിന്നാൽ മൂന്നാമതൊക്കെ കടയിൽ 2 പ്രാവശ്യം പോയി എന്നിട്ട് എടുത്തില്ല. മൂന്നാമത് പോയി ഞാൻ ആ കഫ്താൻ അങ്ങ് എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപാട് പേര് ഈ കഫ്താൻ ഇടുന്ന ഒത്തിരി മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്വയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇട്ടപ്പോഴും കഫ്താൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വെറുതെ ലൂസായിട്ട് കിടന്ന് നമുക്ക് വണ്ണം തോന്നിക്കും. നടുക്കൊരു ടൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ സൈഡിലൊരു ടൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ വള കിടക്കും. അപ്പോൾ ഇതെനിക്ക് ഇട്ടപ്പോഴും നന്നായിട്ട്. ഇതൊരു ഷിമ്മർ മെറ്റീരിയലാണ്, ഫുൾ എംബ്രോയിഡറിയും സീക്വൻസും ഒക്കെ ആയിട്ട് വന്നിട്ട് അത്ര നമ്മൾ വിചാരിക്കുന്നത് പോലെ എക്സ്പെൻസീവ്, ഇച്ചിരി ഒരു ഹൈ റേഞ്ച് സൈഡിലുണ്ട്, പക്ഷെ ഓവർ എക്സ്പെൻസീവ് അല്ല. നമ്മൾ സെലിബ്രിറ്റി കട നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, അങ്ങനെ എക്സ്പെൻസീവ് അല്ല. പക്ഷെ നല്ലൊരു കഫ്താനാണ്, ഡിഫറെൻറ്റ് കഫ്താൻ അങ്ങനെ. അപ്പം ഇതുമാണ്, ഈ ജാക്കറ്റുമാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. അപ്പം കഫ്താൻ എവിടെ നിന്നാന്നുള്ള എല്ലാവരുടെയും ചോദ്യത്തിന് ആൻസർ കിട്ടിയല്ലോ. ഇനി ഞാൻ ബർത്ത്ഡേയുടെ അന്നിട്ട് വേറൊരു ഡ്രസ്സ്, ഇത് അയ്യോ ഇതിൻ്റെ ലിങ്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നൈക്ക ഫാഷൻ ഓർ മിന്ത്രയാണ്. ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ ഏതൊരു ലിങ്ക് ഇട്ടേക്കാം. ഒന്നെങ്കിൽ നൈക്ക ഫാഷൻസ് അല്ലെങ്കിൽ മിന്ത്ര ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ പക്ഷെ നല്ല ഒതുക്കമുള്ള നല്ലൊരു ഇതാണ്. അപ്പം എനിക്കിട്ടപ്പം നല്ല വണ്ണം കുറച്ച് ഞാൻ എപ്പോഴും ഈ വണ്ണം ഉള്ളവർ അങ്ങനെയാണല്ലോ നോക്കുന്നത്. കുറച്ച് നമ്മൾ ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഡ്രസ്സുകൾ പ്രിഫർ ചെയ്യും. അതുകൊണ്ട് നെക്സ്റ്റ് ഈ കോട്ട് സെറ്റ്, ഇത് മിന്ത്രയിൽ നിന്ന് തന്നെയാണ്. സെറ്റ് ഇഷ്ടമുള്ളവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു സംഭവം. നല്ല ഒറിജിനൽ കോട്ടൺ, പ്ലെയിൻ കോട്ടൺ ആണ്, വേറെ മിക്സ് ഒന്നുമില്ല. ഒരു ക്രോപ്പ് ടോപ്പ് ജാക്കറ്റ് വരുന്നത് വേറെ കളറ്. ഇത് ഈ ജാക്കറ്റ് നമുക്ക് ഫുള്ളായിട്ട് ബട്ടൺ ഇട്ടിട്ടാൽ ഒരു ചുരിദാർ പോലെ ഇരിക്കും. അപ്പം 2 in 1 ആയിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ചുരിദാറായിട്ട് യൂസ് ചെയ്യേണ്ട അവർക്ക് ആ ഫുൾ ഒരു ജാക്കറ്റ് ഫുൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ്. അപ്പം ബട്ടൺ അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടാൽ, ഞാനിങ്ങനെ ചുരിദാറായിട്ട് ഇട്ടിട്ടില്ല, ഫുൾ ബട്ടൺ ഇടാവുന്ന ഒരു ജാക്കറ്റാണ്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. മിന്ത്രയിൽ നിന്നാണ് അത്. പിന്നെ വരുന്നത് ഇതൊരു ജോർജറ്റ് ഫ്രോക്കാണ്. ഇതും എന്നോട് കുറേ പേര് ഈ അടുത്തൊക്കെ ഇട്ടപ്പോഴത്തേക്കും ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ്. ഇതിടാൻ നല്ല സുഖമാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫ്രോക്കുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഈ ഡ്രസ് ടൈപ്പ് ഫ്രോക്കുകളെല്ലാം നല്ല ഇറക്കമുള്ള സംഭവങ്ങളായിരിക്കും. നമ്മുടെ മുട്ടിനും ആങ്കിളിനും ഇടയ്ക്ക് കിടക്കുന്ന സംഭവമാണ് ഇതുമൊക്കെ. ഇത് ഒരുവിധം നല്ല ഇറക്കമുള്ളൊരു സംഭവമാണ്. ഒരു പ്രശ്നം, ഇതിൻ്റെ കഴുത്തിന് കുറച്ച് ഇറക്കം കൂടിപ്പോയി. അപ്പം ഞാൻ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ വെക്കാനായിട്ടൊരു ലേസ് പോലത്തെ ഒരു സംഭവം ആമസോണിൽ നിന്ന് കിട്ടുമല്ലോ. അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ അവിടെ പ്ലേസ് ചെയ്യും. അതാണ് ഇത് ഇടുമ്പോൾ ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇതിന് പ്രശ്നം. പക്ഷേ ഇത് ഒരു നല്ലൊരു കളറാണ്.
നല്ലൊരു മെറ്റീരിയൽ, നല്ലൊരു കളറ്. ഇതൊക്കെ മേടിച്ചിട്ട് 2 വർഷത്തിൽ കൂടുതലായതാണ് കേട്ടോ. ഒരുപാട് ഇതൊക്കെ നോർമൽ വാഷ് പറ്റുന്നതാണ്. ഞാൻ മെഷീൻ വാഷാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇതിനകത്ത് ഡ്രൈ ക്ലീനിങ് ആവശ്യമുള്ളത് കഫ്താൻ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും. അതൊന്നും മെഷീൻ വാഷ് പറ്റില്ല. പിന്നെ ജാക്കറ്റ് ഓഫ് കോഴ്സ് അതും. ഈ ജാക്കറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ പല പല തുണികൾ ഇങ്ങനെ കട്ട് വർക്ക് പോലെ എടുത്തേക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതും ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും. അതൊന്നും നമുക്ക് മെഷീൻ വാഷ് ഓർ ഹാൻഡ് വാഷ്, ഫസ്റ്റ് വാഷ് ഏതായാലും ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ ഹാൻഡ് വാഷ് പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ഇത് ഒരു കോട്ട് സെറ്റ്. പക്ഷെ ടോപ്പ് ഇറക്കം കുറഞ്ഞ കോട്ട് സെറ്റാണ്. ഒരു ഷോർട്ട് ക്രോപ്പ് ടോപ്പ് പോലെയുള്ള, ക്രോപ്പ് ടോപ്പ് അല്ല, നമ്മുടെ ഒരു ഇന്ത്യൻ കോട്ട് സെറ്റിൽ ക്രോപ്പ് ടോപ്പ് പോലെയുള്ള ഒരു കോട്ട് സെറ്റ്. ഇത് മേടിച്ചിരിക്കുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ബാക്കിയൊക്കെ ഓൺലൈനാണ്. ഇത് ഓൺലൈൻ അല്ല, വെസ്റ്റ് സൈഡില്ലേ, വെസ്റ്റ് സൈഡിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഇത് നോർമൽ കോട്ടൺ ആണ് കേട്ടോ സംഭവം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വീഡിയോ അല്ല, സൈഡിലുള്ള ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. ഇടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു, ഇത് ഞാനും രശ്മിയും ട്വിൻ ചെയ്തിട്ടതാണ് ഒരേപോലെ. ഈ ഒരു ടോപ്പും കുറേ പേര് ചോദിച്ചതാണ്. ഇതിലിപ്പോൾ കാണുമ്പോൾ ഒരു പ്ലെയിൻ വൈറ്റ് ടോപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഒരു എംബ്രോയിഡറി, ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഇങ്ങനെ ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഈ ടൈപ്പ് മെറ്റീരിയൽ, അകത്ത് ലൈനിങ് ഉണ്ട്. ഇങ്ങനെ ഒരു ടോപ്പാണ്, ഒരു ക്രോപ്പ് ടോപ്പാണ്. പക്ഷെ കൈ നല്ല ഫുൾ ലെങ്തിൽ കൈ വരുന്നത് ഇങ്ങനെ ഒരു കുരൂര മെറ്റീരിയലിൽ ഒരു ഫുൾ പഫ് സ്ലീവിൽ കൈ വരും. ഫോട്ടോയിൽ മനസ്സിലാവുന്നുണ്ടാവല്ലോ. പക്ഷെ ഇടുമ്പോഴത്തേക്കും നല്ല ഒതുങ്ങിയിരിക്കും. കുറച്ച് വണ്ണമുള്ളവരാണെങ്കിലും ഒതുങ്ങിയിരിക്കും. അതിൻ്റെ കൂടെ ഈ സ്കേർട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്കേർട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു നോർമൽ പ്ലീറ്റഡ് സ്കേർട്ട്. വൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഒരു ഡാർക്ക് വയലറ്റ് കളർ സ്കേർട്ടാണ് പ്ലീറ്റഡ് സ്കേർട്ട്. മിന്ത്ര ആണെന്നാണ് എൻ്റെ ഓർമ്മ. ടോപ്പ് എന്ന് പറയുന്നത് അർബാനിക്കിൽ നിന്നാണ് കേട്ടോ. അപ്പം ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അർബാനിക്കും ഞാൻ ഇതേപോലെ ഇടയ്ക്ക് മേടിക്കുന്ന ഒരു ആപ്പാണ്. അവിടെ നല്ല ഡ്രസ്സുകൾ, കൂടുതലും കുറച്ച് ഷോർട്ട് വെസ്റ്റേൺ ഡ്രസ്സുകളാണ് കിട്ടുക. പക്ഷെ അങ്ങനത്തെ ഞാൻ മേടിക്കാറില്ല. ഇങ്ങനത്തെ ഇടയ്ക്ക് ടോപ്സും മിഡി സ്കേർട്ട് ആൻഡ് ടോപ്സ് ചിലപ്പോൾ നല്ലത് കിട്ടും. ഞാൻ നേരത്തെ ഇതേപോലെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ്, അത് പക്ഷെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല എവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. ഇതിപ്പോൾ ഞാനിപ്പം മെയിനായിട്ട് ഈ സെലക്ട് ചെയ്ത് കാണിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും എവിടെയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് വന്ന ഡ്രസ്സുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് അങ്ങനെ ഉള്ളത്. അപ്പം ഇത്രയൊക്കെ ഞാനിപ്പം എടുത്ത് വെച്ചിരുന്ന സംഭവം. ഇനിയിപ്പം വ്ളോഗ്സിൽ ഇടുമ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കാം. അയ്യോ, ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഇതും ഇതേപോലെ കുറേ പേര് ചോദിച്ചതാണ്. ഈ ഡ്രസ്സ് ഇത് സോള എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്, അവരുടെ വെബ്സൈറ്റിൽ കൂടെ. അപ്പം അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. ഈ ലേസ് ഇത് ഇങ്ങനെ മറ്റേ ചിക്കൻ കാരി വർക്കില്ലേ, ചിക്കൻ കാരി വർക്കിൻ്റെ ഒരു ഫ്രോക്ക്, അങ്ങനെ വരുന്നൊരു ഫ്രോക്കാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഞാൻ ഇപ്പോഴും വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരുന്നതെല്ലാം കാണിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. ഇനി ഇതേപോലെ സാരികളുടെ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പം ഇതെടുക്കാൻ കാര്യം, ഇപ്പം ഓണത്തിന് എല്ലാവരും സാരികൾ എടുക്കണം എന്നില്ല. ഓണ സമയമാകുമ്പോഴത്തേക്കും ഡ്രസ്സുകൾ മേടിക്കുന്നവരുണ്ടാവും. ഇതേപോലത്തെ ഡ്രസ്സ് പുതിയതായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം എടുത്തത്. പിന്നെ ഇതേപോലെ ഇനി സാരി കളക്ഷൻസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഇതേപോലൊരു സാരിയുടെയും കൂടെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ചുരിദാറ് ഞാൻ കൂടുതലും അമ്മയുടെ ഷോപ്പിൽ നിന്നാണ് ചുരിദാറുകൾ എടുക്കാറല്ല, അമ്മ തരുന്നതാണ്. ഞാനായിട്ട് ചുരിദാറുകൾ എടുക്കുന്നത് വളരെ കുറവാണ്. അമ്മ തരുന്ന ചുരിദാറുകളാണ് ഉള്ളത്. ചുരിദാർ ഞാൻ എടുക്കാറില്ല. കൂടുതൽ ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് എപ്പോഴും എടുക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ചുരിദാർ കൊണ്ടുപോയി തയ്പ്പിക്കാൻ ഭയങ്കര മെനക്കേടാണ്, ഇഷ്ടമല്ല. അപ്പോൾ അമ്മ വരുമ്പോൾ ഇങ്ങനെ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഒക്കെ വരുമ്പം, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് അമ്മ ചുരിദാർ തയ്പ്പിച്ചുകൊണ്ട് വരും. ഈ 3 പ്രാവശ്യം തന്നെ, ഓണം, വിഷു, ബർത്ത്ഡേ, ഈ 3 വർഷത്തിന് 3 പ്രാവശ്യം അമ്മ ചുരിദാർ തയ്പ്പിച്ചുകൊണ്ട് വരുന്നതാണ് എൻ്റെ ഉള്ള ചുരിദാറുകൾ. അപ്പം അല്ലാതെ എൻ്റെ ചുരിദാർ എടുക്കാറില്ല. അതുകൊണ്ട് വേറെ ചുരിദാറൊന്നും കാണിക്കാനില്ല. അമ്മ കൊണ്ടുവരുമ്പോൾ ഉള്ള ചുരിദാറേ ഉള്ളൂ. 1-2 ചുരിദാർ ഞാൻ അല്ലാതെ എടുത്തിട്ടുണ്ട്. ഈ മറ്റേ ഉദയപൂർ ട്രിപ്പിനെങ്ങാണ്ട് പോയപ്പം, അത് ഈ എറണാകുളത്ത് പനമ്പള്ളി നഗറിലൊരു എക്സിബിഷൻ വരാറുണ്ട്. അത് വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ അതിൽ 1 പ്രാവശ്യം ഇടയ്ക്ക് പോകും. വർഷത്തിൽ 1 പ്രാവശ്യം പോകാറുണ്ട്. അവിടുന്ന് ചിലപ്പോൾ സാരി മേടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചുരിദാർ മേടിക്കും.
മേടിക്കും. അങ്ങനെ മേടിച്ച് 1-2 ചുരിദാറുകളുണ്ട്. റെഡിമെയ്ഡ് തയ്പ്പിക്കാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മുടിയാണ്. റെഡിമെയ്ഡ് ചുരിദാർ അങ്ങനെ 1-2 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഓൺലൈൻ ചുരിദാർ മേടിക്കുന്ന കുറവാണ്. അതേപോലെ എക്സിബിഷനും എല്ലാം പോയി മേടിച്ചാലാണ് ചുരിദാർ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ സാരിയുടെ വീഡിയോ ചെയ്യണമെങ്കിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ബൈ.